ഹായ് 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 നീ നമ്മുടെ മാത്സ് പരീക്ഷയാണ് ഇനി അടുത്ത ദിവസം വരാൻ വേണ്ടി പോകുന്നത് അല്ലേ. നമ്മുടെ മാത്സ് പരീക്ഷ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1, 2 അല്ലെങ്കിൽ 3 ആക്ടിവിറ്റി വരെ ഇന്ന് മാഷ് ഈ വീഡിയോയിൽ പറയുന്ന ഭാഗത്ത് ചോദിക്കും. അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വീഡിയോയിൽ മാഷിക്ക് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ 3 A ഗ്രേഡുകൾ നിങ്ങൾ നേടാൻ വേണ്ടി പോവാണ്. 3 ആക്ടിവിറ്റിയിൽ A ഗ്രേഡ് നിങ്ങൾ നേടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും മാഷ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ ഫ്രണ്ട്സിലോട്ട് അയച്ചു കൊടുക്കുക. എല്ലാ ഫ്രണ്ട്സിനും A ഗ്രേഡ് കിട്ടട്ടെ. എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് വേണ്ടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ ആരും മറക്കാതിരിക്കുക കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അധികം സമയമൊന്നും മാഷ് കളയുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. മാഷ് ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഈ പാറ്റേണിന്റെ ശരാശരി ഏവറേജ് കാണണം. ഈ പാറ്റേൺ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? 3, 5, 7, 9, 11 ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇത് ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളാണ് അല്ലെ. 3 കണ്ടുള്ള അടുത്ത ഓഡ് നമ്പർ ആണ് എന്ത്? 5 അല്ലെ. 4 കൂട്ടാതെ 1 വിട്ടിട്ടുള്ള അടുത്ത നമ്പർ 5 കഴിഞ്ഞാൽ ഓഡ് നമ്പർ ഏതാ? 6 കൂട്ടാതെ 1 വിട്ടിട്ട് 7 കഴിഞ്ഞാൽ ഓഡ് നമ്പർ 9 കഴിഞ്ഞാൽ ഓഡ് നമ്പർ 11. അങ്ങനെ അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന്റെ ഏവറേജ് നമ്മൾ കാണണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഏവറേജ് കാണാൻ വേണ്ടി എന്താ ചെയ്യാ? ഇതെല്ലാം കൂടെ കൂട്ടണം, ഇതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടലിനെ നമ്പേഴ്സ് കൊണ്ട് ആകെ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏവറേജ് കിട്ടുക അല്ലെ. നമുക്കൊന്ന് പെട്ടെന്ന് ഇതിന്റെ ഏവറേജ് കണ്ടെത്തിയാലോ? ആദ്യം നമുക്ക് ഇതിന്റെ ടോട്ടൽ കാണാം. ടോട്ടൽ എങ്ങനെ കാണുക? എല്ലാം കൂടെ കൂട്ടിയാൽ മതി. ഇവിടെ ഏതൊക്കെ നമ്പറുകളാണുള്ളത്? 3, 5, 7, 9, 11. ഇതൊരു പാറ്റേൺ അല്ലേ. 2 ഇങ്ങനെ കൂടി പോകുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പൊ ഇതിന്റെ ഏവറേജ് കാണി മാഷ് ട്രിക്ക് പറഞ്ഞിട്ടെ. ആദ്യം ഇതിന്റെ ടോട്ടൽ കാണുന്ന രീതി നോക്കി കേട്ടോ. മാഷ് ഒരു പ്രത്യേക രീതിയിലൂടെ ഇതിന്റെ ടോട്ടൽ കാണുന്നത്. ഇതിന്റെ ആദ്യത്തെ നമ്പർ 3, ഏറ്റവും അവസാനത്തെ നമ്പർ 11. 3ഉം 11ഉം കൂട്ടിയാൽ എത്രയും? 14. അതുപോലെ മുമ്പ് രണ്ടാമത്തത് 5, പിറകുന്ന് രണ്ടാമത്തെ 9. 9ഉം 5ഉം കൂട്ടിയാൽ എന്ത് തന്നെയാണ്? 14 തന്നെയാണ്. ഈ 14ന്റെ പകുതിയാണ് നടുവിലുള്ള 7 അല്ലേ. അപ്പൊ 14ഉം കൂട്ടിയാൽ 28. 28ലോട്ട് 7ഉം കൂടെ കൂട്ടിയാൽ എന്താ? 35 ആണ്. അപ്പൊ ടോട്ടൽ കാണാൻ ഒരു ട്രിക്ക് ഉണ്ട്. മാഷിത് ആ ട്രിക്കിലൂടെയാണ് ഇതിന്റെ ടോട്ടൽ കണ്ടെത്തിയത് അല്ലെ. ഇതിന്റെ നടുവിലുള്ള നമ്പർ ഏതാണ്? 7 ആണ് അല്ലെ. അത് നോക്കി വെച്ചിട്ടോ, അത് നിങ്ങൾക്ക് ആവശ്യം വരും. ഇവിടെ നോക്കിയാൽ നമുക്ക് 35 ഇതിന്റെ ടോട്ടൽ ഉത്തരം കിട്ടി. ടോട്ടൽ 35 കിട്ടി. ഇനി ഇവിടെ എത്ര നമ്പർ ഉണ്ട്? ടോട്ടലിനെ നമ്പർ കൊണ്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഏവറേജ് കിട്ടുക. ടോട്ടൽ എത്ര? എല്ലാം കൂടെ കൂട്ടിയ 35. എണ്ണം എന്താണ്? ഇത് എത്ര നമ്പർ ഉണ്ട് നോക്കുക. 1, 2, 3, 4, 5. 5 നമ്പറുകളാണ് ഈ പാറ്റേണിലുള്ളത്. അപ്പൊ ഈ 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ എണ്ണം എത്രയാണ്? 5. നമ്പർ എത്ര? 5. അപ്പൊ ടോട്ടൽ 35, നമ്പർ 5. അപ്പോ ഏവറേജ് എന്താ? ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏവറേജ് കിട്ടും. 35 ഡിവൈഡ് ബൈ 5 എന്താ? 7 ആണ്. ഏവറേജ് എന്താ? 7 ആണ്. ഈ 7 അല്ലേ നോക്കിക്കേ ഇവിടെ നടുവിലുള്ള സംഖ്യ. ഇതിന് മുമ്പിലോട്ട് 2 എണ്ണം, ബാക്കിലോട്ട് 2 എണ്ണം. നടുവുള്ള നമ്പർ ഏതാ? 7 ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഏതൊരു പാറ്റേണിനും നടുവിലുള്ള നമ്പർ ആയിരിക്കും അതിന്റെ ഏവറേജ്. ഒരു കാര്യം കൂടെ മാഷ് പറയട്ടെ. ഏതൊരു പാറ്റേണിനും നടുവിലുള്ള നമ്പർ ആയിരിക്കും അതിന്റെ ഏവറേജ്. അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നുണ്ട്. വേറെ കാര്യം മാഷ് ചോദിക്കട്ടെ. ഈ നടുവിൽ ഒരു നമ്പർ ഇല്ലെങ്കിലോ? ഇവിടെ 5 നമ്പറാ ഉള്ളത്. 5 നമ്പേഴ്സ് ആകുമ്പോൾ നടുവിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. ഇനി 6 എണ്ണം ഉണ്ടെങ്കിലോ? 6 ഉണ്ടെങ്കിൽ നടുവിൽ 1 കിട്ടുമോ? ഇല്ല, നടുവിൽ 2 എണ്ണം വരും. അപ്പൊ ഏവറേജ് ഇങ്ങനെ കാണുക ഈ രൂപത്തില്. അതിനും ഒരു ട്രിക്ക് ഉണ്ട്. ആ കാര്യമൊക്കെ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ മാഷി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ആക്ടിവിറ്റിയിലും നിങ്ങൾക്ക് ഫുൾ A ഗ്രേഡ് കിട്ടുന്ന രൂപത്തിൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാഷി നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് വന്ന് കാണുക. ആരെ ലൈവ് മിസ്സാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് A ഗ്രേഡ് കിട്ടുന്ന രൂപത്തിലായിരിക്കും കുട്ടിപ്പ ആ ക്ലാസ് എടുക്കുക. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിനോട് പറഞ്ഞു വെക്കുക. ഇപ്പൊ തന്നെ ആ ലൈവിലോട്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും റെഡിയാക്കുക കേട്ടോ. എന്തായാലും മാഷി ഒരു ചോദ്യം കൂടെ കാണിച്ചു തരാം. ഇതാണ് അടുത്ത ചോദ്യം. ഇവിടെ നോക്കേ. എ ട്രേഡർ സോൾഡ് 210 മാംഗോസ് ഇൻ എ വീക്ക്. ഒരു കച്ചവടക്കാരൻ ഒരാഴ്ചയിൽ 210 മാങ്ങകൾ വിറ്റു എന്നാ പറഞ്ഞത്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താ അറിയോ? ഫൈൻഡ് ദി ഏവറേജ് ഫോർ എ ഡേ. ഒരു ദിവസത്തെ ശരാശരി നമ്മൾ കാണണം. ഏവറേജ് ശരാശരി ഇവിടെ കാണേണ്ടത്. ഏവറേജ് എങ്ങനെ കാണുക? ടോട്ടലിന് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്താ ടോട്ടലായിട്ട് എടുക്കേണ്ടത്? മാങ്ങയുടെ ഏവറേജ് നമ്മൾ കാണുന്നത്. അപ്പൊ മാങ്ങയുടെ ടോട്ടൽ എടുത്താൽ മതി. അയാൾ എന്താ എത്ര മാംഗോസാണ് വിറ്റത്? 210 മാംഗോസ് ആണ് വിറ്റത്.
അപ്പൊ ടോട്ടൽ കിട്ടി. ഇനി നമ്പർ എണ്ണം എന്താണ്? നമ്മൾ എന്താ കാണേണ്ടത്? ഒരു ദിവസത്തെ മാങ്ങയുടെ ആവറേജാ. അപ്പൊ ഒരു ദിവസത്തെ നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്പർ എന്താണ്? എന്താ നമ്പർ എടുക്കേണ്ടത്? ഇവിടെ നോക്കി, വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച എന്ന് വെച്ചാൽ എന്താ? 7 ദിവസമാണ്. ഇവിടെ നമ്പർ ആയിട്ട് എന്താ എടുക്കേണ്ടത്? ആണ് നമ്പർ ആയിട്ട് എടുക്കേണ്ടത്. കാരണം ഒരു ദിവസത്തെ ശരാശരി നമ്മൾ കാണേണ്ടത്. ഇവിടെ എന്താ? ആകെ 7 ദിവസങ്ങളുണ്ട്. ഈ 7 ദിവസങ്ങൾ ഈ 7 എണ്ണം ദിവസങ്ങളിൽ അയാൾ എന്താണ്? 210 മാങ്ങകൾ വിറ്റു എന്നാ പറഞ്ഞത്. അപ്പൊ ടോട്ടൽ 210, എണ്ണം എന്താണ്? 7 ആണ്, 7 ആണ് അല്ലെ? അപ്പൊ ടോട്ടലിന് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ദിവസത്തെ ആവറേജ് കിട്ടും. അപ്പൊ ടോട്ടൽ ഇത് 210, എണ്ണം 7. 210 ഡിവൈഡ് ബൈ 7 എത്രയും? 30 ആണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആവറേജ് എന്താണ്? 30 ആണ്. സിമ്പിൾ. അപ്പോ ആവറേജ് കാണാനുള്ള രൂപ ആരും മറക്കരുത് കേട്ടോ. ടോട്ടലിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടും. നമുക്ക് മാങ്ങയുടെ ആവറേജ് ആയി കാണേണ്ടത്. അപ്പൊ മാങ്ങയുടെ ടോട്ടൽ എടുത്തു. ഒരു ദിവസത്തെ ആവറേജ് ആയി കാണേണ്ടത്. അപ്പൊ ആ ദിവസങ്ങളെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ ആവറേജ് കിട്ടി. എത്രയും? 30 എന്ന് കിട്ടി. സിമ്പിൾ. ഈ രൂപത്തിലാണ് ആവറേജിന്റെ ചോദ്യങ്ങൾ വരിക. 3 ആക്ടിവിറ്റി വരും എന്നുള്ള കാര്യം മാഷ് പറഞ്ഞു. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള രൂപത്തിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതൊക്കെ എങ്ങനെ? അത് മാഷ് സിമ്പിൾ ആയിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ലൈവ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ആരും മിസ്സാക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ കാണാം. നമുക്ക് എന്തായാലും അടുത്ത ദിവസം മാത്സ് എക്സാമിന് A ഗ്രേഡ് ഉറപ്പിക്കാം. ബൈ ബൈ.